അത് അവിടെ നിൽക്കട്ടെ. അത് ഞാൻ ലാസ്റ്റ് പറയാം അതെന്താ സംഭവം. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ കാത്തു കാത്തിരുന്ന് ഞാൻ ഐ ഡി കാർഡ് കിട്ടിയത്. കാത്തു കാത്തിരുന്ന ബസ്സാരും നാട്ടുകാരും ചോദ്യത്തിനൊരു ഉത്തരം കിട്ടി. എവിടെയാണ് പഠിച്ചത് വലിയൊരു തെളിവുണ്ടല്ലോ. ഭാഗ്യം. ഇനി അടുത്ത ലക്ഷ്യം യൂണിഫോം വാങ്ങലാണ്. 1-2 മാസമായി കളർ ഡ്രസ്സിൽ ഇങ്ങനെ പോണേ. ഇത് ഇട്ടിട്ട് മനുഷ്യന് വെറുത്തുപോയി. അല്ല ഇനിയിപ്പോ യൂണിഫോം ഇട്ടാലും തന്നെയാണ് അവസ്ഥ. പക്ഷെ നാട്ടുകാരനുസരിച്ച് നമ്മൾ അങ്ങനെ പറയണല്ലോ. യൂണിഫോം ഒക്കെ കൈപ്പറ്റി നേരെ അസിസ്റ്റന്റ് തൊട്ടു. നമുക്ക് അസിസ്റ്റന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അസിസ്റ്റന്റ് ലാസ്റ്റ് ആയി എത്തിച്ചു. ക്ലാസ് കഴിഞ്ഞ് ബസ്സിന് ഓടാൻ നേരത്തോടിന്റെ കയ്യിൽ തന്നെ തന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അന്ന് സീറ്റ് ഇട്ട് ആനം കാണുന്ന പോലെ നല്ല വെയിറ്റ് ഉണ്ട്. കുറച്ച് നോക്കിയപ്പോ അറിയുന്ന ഒരാൾ ബസ്സിൽ. ഇതിനെ പിന്നെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്താനല്ലോ. മിക്ക വീഡിയോസ് എടുത്താലും ഉണ്ടാവും വലിയ ഇടാണോ. എന്നെ കണ്ടെടുത്ത് വന്ന പാടെ വിളിച്ചത് ഞാൻ വരുന്ന വീഡിയോ എടുത്താന്നാണ്. ഏതായാലും മനസ്സിലായിട്ട് അടിയുന്ന വീട്ടിൽ എത്തും. അപ്പൊ കൂടി ചേർത്തങ്ങടെ അയച്ചോളൂ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടിയാലും 4 ആൾക്കാരെ കാണിച്ചല്ലോ. അതും ഒരു നാട്ടു നടപ്പല്ലേ. അത് ഞാൻ വൃത്തിക്കാണ് ചെയ്തു. ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് പ്രത്യേക ഇതിൽ പറയണം എന്നുള്ള മെൻഷൻ ചെയ്ത് പറഞ്ഞു. പേരേക്ക് ഇതാ മെയിൻ ആൾക്കെന്നെ ആദ്യം കാണിച്ചു. മൂപ്പർക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും മൂപ്പർ നല്ലൊരു പണി എനിക്ക് തന്നു. നോക്കി അവസാനം കട്ടിന്റെ അടി കൊണ്ടുപോയിട്ട് വ്യത്യാസം അടിച്ചാരിയപ്പോഴാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് എങ്ങനെയൊക്കെ പണി തരാന്നുള്ള റിസർച്ചിലാണ് ആശ എന്നാണ് എന്റെ ഒരു നിൽക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്റെ ബാക്കിലുണ്ട്, തൊട്ട് ബാക്കിലുണ്ട്. അതുകൊണ്ട് അവിടെ ഇവിടെ നിങ്ങൾ ചില അപശകുനങ്ങൾ പോലെ അപശബ്ദങ്ങളൊക്കെ കേൾക്കും. അതൊക്കെ ഇങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക. അല്ലാതെ ആ ചെങ്ങായി ഉറങ്ങാൻ കാത്തുന്നാലും ഞാൻ 2 മണിക്കും 3 മണിക്കൊക്കെ വോയിസ് ഓവർ കൊടുക്കേണ്ടി. അതുകൊണ്ട് ഇപ്പൊ ഞാൻ കടന്നും ഇരുന്നും നടന്നും ഒക്കെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള പരിമിതികൾ ഈ വോയിസിലുണ്ടാവും. അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ച് തരാം. അത്ര നമുക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് നമ്മളെ മെയിൻ പോയിന്റ് സെമിനാർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ്. ഞാൻ അപ്പൊ തന്നെ പോയി മെസ്സേജ് അയച്ചു. അതിന് എനിക്ക് കിട്ടിയ റിപ്ലൈസ് ആണ് അടുത്ത കുറച്ച് ക്ലിപ്സ്. അതിന്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ക്ലാസ്സിലേക്ക് വരും. ഈ ഒരു അവസ്ഥയ്ക്ക് പാർസൽ അയച്ച് കഷ്ടപ്പെടണമെന്നില്ല. എനിക്കുള്ള വടയും ചായ ഞാൻ നേരിട്ട് സ്വീകരിക്കുന്നതാണ്. ഇതിനുള്ള മറുപടി കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പോയി അവളെ പേരാണ് മാറ്റിയത്. എങ്ങനെയുണ്ട് ജിന്നത്തെ അല്ലൂല്ലേ ഈ അത് കാര്യം പറഞ്ഞിട്ട് സത്യം പറയട്ടെ. ഇത് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. ആരാണ് ബാക്ക്ഗ്രൗണ്ടിൽ സ്കോർ ചെയ്യണത്? നല്ല ഒത്ത മ്യൂസിക്. ചിരിക്ക് നിങ്ങൾക്കൊക്കെ ചിരി. ഞാൻ ഒരു കരയാണ് എന്നൊക്കെ പറയണമെന്നുണ്ട്. എനിക്ക് ചിരി വരുന്നത് കണ്ടിട്ട്. സത്യമായിട്ട് ഞാൻ എക്സ്ട്രാ ഒക്കെ എടുത്ത് ഇറങ്ങാൻ ഞാൻ വാതിൽ തുറന്നപ്പോഴും കുറെ ആൾക്കാർ നിൽക്കണേ ഹോസ്പിറ്റലിൽ. വീട്ടത്തെ എല്ലാവരും ഉണ്ട്. എന്തിനാണോ എന്താ വന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്. അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട്, അതായത് നമ്മളൊരു ആക്സിഡന്റ് പറ്റിയാൽ കാണാൻ പോണല്ലോ, അതും ഒരു നാട്ടു നടപ്പാണല്ലോ. ആ വീഡിയോ കൊണ്ട് ഞാൻ പെട്ടെന്ന് വരാം.